നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരാളെ നോക്കണ്ടേ. ഹീസ് വെൽ എഡ്യൂക്കേറ്റഡ്, ഷീസ് എംപ്ലോയിഡ്, ആൾ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ആവശ്യം പോലും അവിടെ ഇല്ല. ലൈഫിൽ ഇത്രയും അച്ചീവ് ചെയ്തിരിക്കുന്ന ഒരാളാണ്. ഇപ്പം നിങ്ങളുടെ വീട്ടുകാരൊക്കെ ഓക്കെ ആയിരുന്നു ഈ ഒരു ആലോചന കൊണ്ടുവന്നപ്പോഴത്തേക്ക്? എന്റെ അമ്മ ഫസ്റ്റ് റാമ്പ് വയ്ക്കുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചത്. സൂപ്പർ, അടിപൊളി കേട്ടോ. അച്ഛൻ ചോദിച്ചു എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഞാൻ ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. മോനെ നീ വച്ചിട്ട് പൊക്കോ, കാരണം ഞങ്ങൾ ഇവിടെ ഫുൾ ടൈം ഉള്ള ഒരാളെയാണ് നോക്കുന്നത്. അതായിരുന്നു അച്ഛന്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് റിജക്ഷൻ അവിടെ കഴിഞ്ഞു. സ്പൈനൽ മസ്കുലർ അട്രോഫി എന്നാണ്. 1 വയസ്സായപ്പോഴാണല്ലോ ജസ്റ്റ് പിള്ളേർ നിൽക്കുന്നത്. ആ സമയത്ത് അങ്ങനെ പിടിച്ചു നിൽക്കുന്നില്ല എന്ന് തോന്നുന്നു. അങ്ങനെയാണ് അപ്പോഴാണ് കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയപ്പോഴിങ്ങനെ വയ്യാന്ന് പറഞ്ഞ. അല്ലാതെ എല്ലാം നോർമൽ, ഒരു വ്യത്യാസം ഉണ്ടാവില്ല. എല്ലാ പിള്ളേരും കണക്ക് തന്നെയാണ് അതുവരെ നടന്നത്. കരിയറിങ് ആയതിനു ശേഷം പക്ഷേ ഇവിടെ പല ഡോക്ടർമാരെയും നമ്മൾ തിരുവനന്തപുരത്ത് നമ്മൾ ഒട്ടുമിക്ക ഹോസ്പിറ്റലിലും ഒട്ടുമിക്ക ഡോക്ടർമാരെയും കാണിച്ച്. അപ്പോൾ അവർക്ക് ഭയങ്കര പേടിയായിരുന്നു, ഡോക്ടേഴ്സിന് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി അങ്ങനെ ഒരുപാട് ചിന്തിച്ചിട്ടില്ല. ഡിഫറെൻ്റ് ആണെന്നുള്ള രീതിയിൽ എന്തിനും ചിന്തിച്ചിട്ടില്ല. കൊച്ചിലോട്ടെ എല്ലാം നോർമലായിട്ട് രീതിയിൽ നടക്കുന്നത് നോർമലാണ്. അങ്ങനെ എനിക്കിതിട്ട് അങ്ങനെ സൊസൈറ്റി ആയിട്ട് അങ്ങനെ ചിന്തിച്ചിട്ടൊന്നുമില്ല. പിന്നെ പുറത്തു പോകുമ്പോൾ ആളുകളുടെ അഫ്കോഴ്സ് അവരുടെ ഒരു നോട്ടം ഉണ്ടാവും. എന്തിനാ അവരിങ്ങനെ നോക്കുന്നത്? വലിയ ആൾക്കാരെങ്കിലും ചെറിയ കുട്ടികളൊന്നും നോക്കി വലിയ ആൾക്കാർ ഇങ്ങനെ നോക്കുമ്പോൾ എന്താ അവരിങ്ങനെ നോക്കുന്നത്? അറേഞ്ച്ഡ് മാരേജ് ആയാലും ഏത് മാരേജ് ആയാലും സ്നേഹം ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകുള്ളൂ. എല്ലാവരും ടിൻഡറിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിരുന്നു. ടിൻഡർ എന്ത് റോളാണോ പ്ലേ ചെയ്യുന്നത് അതേ എനിക്ക് മാട്രിമോണി സൈറ്റ് പ്ലേ ചെയ്തിട്ടുള്ളൂ. ഹരിത ചേച്ചിയുടെയും ഹൃദ്യ ചേച്ചിയുടെയും മനോഹരമായ ഒരു കല്യാണ അല്ലെങ്കിൽ അവരുടെ ജീവിത കഥ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത്. അവർ ഫാമിലി ആയിട്ട് നമുക്കൊപ്പം ഉണ്ട്. നമസ്കാരം. എല്ലാവർക്കും പേരെടുത്ത് നമസ്കാരം പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് സമയം പോകും. ഇത് ഹരിത ചേച്ചി. ഹരിത ചേച്ചിയുടെ ഹസ്ബൻഡിനെ പരിചയപ്പെടുത്ത്, മോളെ കുറിച്ചും പറ. ഹസ്ബൻഡ് ഫോട്ടോഗ്രാഫറാണ്, ബാബു പല്ലിശ്ശേരി എന്നാണ് പേര്. തൃശ്ശൂരാണ് വീട്. ഞങ്ങൾക്കൊരു മോള്, അവളിപ്പോൾ +1 കഴിഞ്ഞ് +2 കടന്നിരിക്കുന്നു. അമയ പല്ലിശ്ശേരി. അമയ പല്ലിശ്ശേരി. ഞാൻ ഇവരെ ഞാൻ പരിചയപ്പെടുത്താം നിങ്ങളെ. നിങ്ങൾ കഴിഞ്ഞ ദിവസം കല്യാണം കഴിച്ച് നിങ്ങളുടെ വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. ചേട്ടൻ പറഞ്ഞു ചേച്ചി ഉപേക്ഷിച്ച്, എന്നിട്ട് ചേട്ടൻ തിരിച്ചു പിടിച്ചുകൊണ്ട് വന്നാണ്. ആ റിജക്ഷന്റെ മലയാളം എന്താ? തിരസ്കരിക്കുക. അപ്പൊ എനിക്കാണല്ലോ ഇംഗ്ലീഷ് അറിയില്ലാത്ത. വീണ്ടും ഞാൻ വേണ്ട ഈ പോർഷൻ ഞാൻ കട്ട് ചെയ്യും. പറഞ്ഞോ. റിജക്ഷൻ ആയിരുന്നു. ഞാൻ ആക്ച്വലി എന്താ പറയാ, ഈ എല്ലാവരും ടിൻഡറിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിരുന്നു. ടിൻഡർ എന്ത് റോളാണോ പ്ലേ ചെയ്യുന്നത് അതേ എനിക്ക് മാട്രിമോണി സൈറ്റ് പ്ലേ ചെയ്തിട്ടുള്ളൂ. അതിലൊരു പേരൊന്നും ഇല്ലാത്തൊരു പ്രൊഫൈൽ. ആക്ച്വലി എനിക്കൊരു പ്രൊഫൈൽ അയച്ചത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഈ പ്രൊഫൈൽ അയച്ചത്? ഈ പ്രൊഫൈൽ അല്ല, വേറൊരു പ്രൊഫൈല്. അതായത് നിങ്ങൾ ലവ് മാരേജ് അല്ല, നിങ്ങൾ അറേഞ്ച്ഡ് മാരേജ്. ലവ് ഇല്ലാതെ ഒരിക്കലും മാരേജ് ഉണ്ടാവില്ല. ദൈവമേ, എന്നാ തേക്കുവാ ചേട്ടാ. ഇത്ര നേരം മിണ്ടാതിരുന്നത് ആയുധം മറ്റേ അങ്ങനെ എനിക്കൊരു പ്രൊഫൈൽ അയച്ചു തന്നു. എൻ്റെ ഫ്രണ്ട്, എൻ്റെ ക്ലാസ്മേറ്റിന്റെ പ്രൊഫൈൽ എൻ്റെ അടുത്ത് പറഞ്ഞു ഇറ്റ് മൈറ്റ് ബി ബെറ്റർ ഫോർ യു. അപ്പോൾ ഞാൻ അയച്ചു തന്നു. ഞാനത് നോക്കിയിട്ട് പറഞ്ഞു വെരി നൈസ്, വെരി ബെറ്റർ. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തൊട്ട് താഴെ ഒരു ലേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു നെയിമൊന്നും ഇല്ലാത്തൊരു പ്രൊഫൈല്. അപ്പോൾ എനിക്ക് ലേറ്റർ, ഞാൻ ആ പേര് അങ്ങനെ പേര് ഞാൻ കേട്ടിട്ടില്ല. ആക്ച്വലി ഞാനും മാട്രിമോണി കേട്ടിട്ടുണ്ട് ചേട്ടാ. അവരൊക്കെ പറ്റിക്കലായിരുന്നു. ഞാൻ മാട്രിമോണി കേട്ടിട്ടില്ല. പറ്റിക്കലൊന്നും അല്ല, ഇരിപ്പുണ്ട് ലേറ്റർ. ചേട്ടന്റെ കാര്യത്തിലല്ലേ സത്യമാണ്. പക്ഷെ ഞാൻ കണ്ടേക്കുന്ന ഞാൻ ലേറ്ററിലേക്ക് പോയിട്ട് അപ്പോൾ അവർ കാശ് ചോദിച്ചു. ആ ലേറ്ററിന്റെ ഫോൺ നമ്പർ വേണമെങ്കിൽ കാശ് വേണം. അപ്പോൾ ഞാൻ ചേട്ടൻ ഓസിലായിരുന്നല്ലേ? കുഴപ്പമില്ല. പിന്നെ ഒരു പ്രൊഫൈൽ നോക്കാൻ വേണ്ടി ആരെങ്കിലും പൈസ ചാർജ് ചെയ്യൂ? അത്രയും കാശൊന്നും ഇല്ലെന്ന്. അപ്പോഴെന്ത് ചെയ്തു, ഞാനത് അപ്ഡേറ്റ് ചെയ്തു, പൈസ ചാർജ് ചെയ്തു. അപ്പോൾ അച്ഛൻ്റെ നമ്പർ കിട്ടി. അച്ഛൻ ചോദിച്ചു എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. മോനെ നീ വച്ചിട്ട് പൊക്കോ, കാരണം ഞങ്ങൾ ഇവിടെ ഫുൾ ടൈം ഉള്ള ഒരാളെയാണ് നോക്കുന്നത്. അതായിരുന്നു അച്ഛൻ്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് റിജക്ഷൻ അവിടെ കഴിഞ്ഞു. പിന്നെ എങ്ങാണ്ടോ ഞാൻ പുറത്തെങ്ങാണ്ട് പോയപ്പോൾ അച്ഛൻ്റെ ഭാഗ്യത്തിനോ എൻ്റെ ഭാഗ്യത്തിനോ എന്ന് പറഞ്ഞാൽ എനിക്കൊരു കോൾ വന്നു. ഞാൻ തിരിച്ചു വിളിച്ചു. അപ്പോൾ ഞാൻ അറിയാതെ വിളിച്ചതാണ്. ഇറ്റ് വാസ് എ മിസ്റ്റേക്ക്. അത് ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കും. അപ്പുറത്തൊരു കിളിനാഥം ഞാൻ കേട്ടില്ല കേട്ടോ. അച്ഛൻ തന്നെയായിരുന്നു. അച്ഛൻ ഞാൻ എന്നാ കഥ കേട്ടപ്പോ ചേച്ചി തെറ്റി വിളിച്ചതാണ്. അതാണ് ഞാൻ കിളിനാഥൊക്കെ ഞാൻ ഇട്ട് ചോദിച്ചത്. ഇടയ്ക്കേറി ചോദിക്കുന്നത് എന്റെ കുറ്റമല്ല. അപ്പോഴും എന്താ പറയാ, കഥ പറയുമ്പോ ഇടയ്ക്ക് കയറുന്നു. ശരി, കഥയാണ്, ശ്രദ്ധിച്ചിരിക്കും. അങ്ങനെ നമ്മളങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ ഒരു 4-5 ദിവസം പോയി. ആൾക്ക് ഫീവർ വന്നു. അങ്ങനെ പിന്നെ ഒരു ഗ്യാപ്പ് വന്നു. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു നീ നോക്കണ്ട, ആള് പറ്റില്ല എന്ന് തന്നെയാണ് പറയുന്നത്, വേറെ വഴി നോക്കിയോ, സമയം കളയണ്ട. അങ്ങനെ അച്ഛൻ കൃത്യമായിട്ട് കാര്യം പറഞ്ഞു. ഞാൻ സാറിനൊക്കെയാണ് അന്ന് വിളിച്ചത്. ഒരു ഗ്രോത്ത് അവിടെ തന്നെ ഉണ്ട്. ആദ്യം ഞാൻ സാറെന്ന് വിളിച്ചത്. പിന്നെ ഒരു 3-4 വീക്സ് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്കിളെന്ന് വിളിച്ചു തുടങ്ങി. പിന്നെ ഒരു 2-2 ആഴ്ച കഴിഞ്ഞ് അച്ഛന്ന് വിളിച്ചു തുടങ്ങി. ഒരു ഗ്രോത്തിന്റെ ഒരു പാറ്റേൺ ഇല്ലേ, ആ പാറ്റേൺ എനിക്ക് തന്നെ അവിടെ മനസ്സിലായി. ഇറ്റ് വാസ് എ പോസിറ്റീവ് ഗ്രോത്ത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ ആള് വളരെ എന്താ പറയുക, നോ ആ ഒരു ഐഡിയയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് സംസാരിക്കാം, ഓവർ എ കോഫി നമുക്ക് സംസാരിക്കാം. അപ്പോൾ കോഫി ഒന്നും തരില്ല, നീ സംസാരിക്കാൻ വേണ്ടാന്നൊരു രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ഒരു ദിവസം സംസാരിച്ചു. ഞാൻ അങ്ങോട്ട് വരട്ടെ, എൻ്റെ വീട് വളരെ അടുത്താണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് വരാം, നമുക്ക് സംസാരിക്കാം.
അങ്ങനെ നമ്മൾ സംസാരിച്ചു. നമ്മൾ പൊതുവിൽ നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസിൽ പറയുന്നത് വേട്ടമുക്ക് പ്രസംഗം എന്നാണ്. ലൈക്ക് ഇറ്റ് വാസ് ഒരു 1.5 hour മോണോലോഗ് ആയിരുന്നു അത്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പറയുമായിരുന്നു. ഇപ്പോഴും എന്നെ അടച്ചു വെച്ചേക്കുമല്ലേ? അല്ല, പക്ഷെ ഇവള് മണ്ടത്തിലൊന്നും പറയുന്നില്ലായിരുന്നു സീരിയസ്. അപ്പൊ അങ്ങനെ നമ്മൾ സംസാരിക്കുമായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചിട്ട് അപ്പോഴും ആളതൊന്നും കേൾക്കുന്നില്ല. ഞാനിവിടെ 1.5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുകയാണ്. എന്നോട് പറഞ്ഞത് പോയി അപ്പുറത്ത് പോയാൽ ലെഫ്റ്റോട്ട് തിരിഞ്ഞാൽ ലിഫ്റ്റ് ആണെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വിട്ടു. എനിക്കൊരു ചായയും കിട്ടി. ഇല്ലല്ലേ, കഥയിലുണ്ടാക്കി പറയണം. ഇടയ്ക്ക് അയ്യോ ഇത്ര തിളങ്ങി നിൽക്കുവായിരുന്നു. എനിക്ക് കൂട്ടി ചേച്ചി വന്നു ഇടുക്കി. ഷീ ഡയറക്ട്ലി ടോൾഡ് മീ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, ഞാൻ മാരേജിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു എന്നെ കല്യാണം കഴിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ്. ഇല്ല, ഞാൻ മാരേജിനെ കുറിച്ചേ ഇൻട്രസ്റ്റഡ് അല്ല. അപ്പോൾ എനിക്കൊരു സാധ്യത അവിടെ വീണ്ടും ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കോൺടാക്റ്റിൽ ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാനന്ന് ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് മെസ്സേജ് അയച്ചു. ഹായ് ഹൃദയ ശംഭൂയർ എന്നൊരു മെസ്സേജ് അയച്ചു. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞു. അങ്ങനെ ഓൾമോസ്റ്റ് 10 days പാസ് ചെയ്ത് പോയി. 10 days പാസ് ചെയ്തപ്പോൾ ആ സ്റ്റോറിക്ക് വേണ്ടി പറയും. എനിക്ക് തിരിച്ചൊരു റിപ്ലൈ വന്നു. ഇറ്റ് വാസ് എ ബിഗ് ബ്രേക്ക് ത്രൂ. എവറിത്തിങ് സ്റ്റാർട്ടഡ് ഓവർ. എല്ലാം അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഇന്നോടെ ഇരിക്കുന്നു. സൂപ്പർ. നിങ്ങൾ അതായത് പ്രൊഫൈൽ മാട്രിമോണി പ്രൊഫൈൽ വഴി കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു? ഇല്ല, മാട്രിമോണി പ്രൊഫൈൽ വാസ് ലൈക്ക് എ Tinder ഓർ ഇൻസ്റ്റാഗ്രാം. കാരണം അതിൽ കൂടെ ഒരു റൂൾ ഇല്ല. കാരണം ലേറ്റർ ആണ് അവിടെ. ലേറ്ററിനെ പോയി സ്നേഹിക്കാൻ പറ്റില്ലല്ലോ. അതൊരു ബ്രേക്ക് ത്രൂ തന്നു, ഒരു ഇനിഷ്യൽ അല്ല ചേട്ടന് ചാൻസ് തന്നു. ചേട്ടന് അറിയാമായിരുന്നു ചേച്ചിയുടെ രോഗങ്ങളും കാര്യങ്ങളും ഒക്കെ? ഞാൻ സംസാരിച്ചു. എന്നോട് അച്ഛൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു. പിന്നെ പ്രൊഫൈലിലും ഞാൻ ആ പ്രൊഫൈലിൽ എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിരുന്നു. പേര് മാത്രമില്ലായിരുന്നു. അപ്പൊ ചേട്ടന് ഇങ്ങനെ ഒരാളെ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ഒരു റിജക്ഷനോ കാര്യങ്ങളോ വീട്ടുകാരോ അല്ലെങ്കിൽ മൈൻഡ് സെറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, ഇങ്ങനെ ഒരാളെന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരാളെ നോക്കണ്ടേ. ഷീസ് വെൽ എഡ്യൂക്കേറ്റഡ്, ഷീസ് എംപ്ലോയിഡ്, ആൾ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഇങ്ങനെ 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 എന്ന് പറഞ്ഞിട്ട് ആവശ്യം പോലും അവിടെ ഇല്ല. ലൈഫിൽ ഇത്രയും അച്ചീവ് ചെയ്തിരിക്കുന്ന ഒരാളാണ്. തീർച്ചയായും. ചേച്ചിയുടെ പ്രൊഫൈൽ ഒന്ന് പറഞ്ഞേ ചേച്ചി. എൻ്റെ പേര് ഹൃദയ. ഞാനിപ്പോൾ ഡിഫൻസ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്, ഓഡിറ്ററായിട്ട്. ഓക്കെ, ഓഡിറ്ററായിട്ട്. അതാണ് പ്രൊഫൈൽ ഞാൻ പറയാൻ വന്നത്. നിങ്ങളുടെ കഥ അവിടെ നിൽക്കട്ടെ, ഞാൻ പോസ് ചെയ്ത് ചേച്ചിയുടെ ചേട്ടൻ്റെ കഥയിലേക്ക് പോവാം. ഈ ചേട്ടൻ എന്നെ കൊല്ലരുതേ, അനിയൻ കൊന്ന പോലെ. നിങ്ങൾ പക്ഷേ ലവ് മാരേജ് ആയിരുന്നു? തൃശ്ശൂർ കിടക്കുന്ന ആള് ഇവിടെ വരെ വരുമ്പോ അല്ലേ? ലവ് മാരേജ് എന്ന് പറയാം. ശംഭു പറഞ്ഞ പോലെ ലവ് ഉണ്ടെങ്കിൽ മാരേജിലേക്ക് എത്തുള്ളൂ എന്തായാലും. അല്ല, പൊതുവെ ഉള്ള ഒരു ഇതാണല്ലോ. പൊതുവെ എല്ലാവരും പറയുന്നത് ലവ് മാരേജ് എന്ന് പറയും, അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയും. അറേഞ്ച്ഡ് മാരേജ് ആയാലും ഏത് മാരേജ് ആയാലും സ്നേഹം ഉണ്ടെങ്കിലേ മുന്നോട്ട് പോവുള്ളൂ. തീർച്ചയായും. അതെ, ആ ഓൺലൈനിൽ പരിചയപ്പെട്ടതാണ് അവള്. ഹരിതനെ അങ്ങനെ പരിചയപ്പെട്ടത്. അങ്ങനെ കുറച്ച് നാൾ അങ്ങനെ പരിചയപ്പെട്ട് സംസാരിച്ചൊക്കെ കഴിഞ്ഞു. എനിക്ക് മാരേജ് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. ഫേസ്ബുക്ക് വഴിയാണോ പരിചയപ്പെട്ടത്? അല്ല, അന്ന് ഫേസ്ബുക്കൊന്നുമില്ല. പിന്നെ അതിപ്പോ ഇഷ്ടംപോലെ മീഡിയാസ് ഒക്കെ അന്നും ഉണ്ടല്ലോ. ഇന്നില്ലാത്തതാണ് മാത്രം. അതുപോലെയൊക്കെ ഉള്ളത് തന്നെ. ചേച്ചി സത്യം ചേച്ചി എങ്കിലും പറയണ്ട കേട്ടോ, ചേട്ടൻ ഒളിച്ച് കളിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പരിചയപ്പെട്ടത് തന്നെ. അങ്ങനെ പരിചയപ്പെട്ട് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നി, പറഞ്ഞ് അങ്ങനെ വീട്ടുകാർ സംസാരിച്ച് കല്യാണത്തിലേക്ക് എത്തി. ഇവിടം വരെ എത്തി. ചേട്ടൻ പറഞ്ഞൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല, ചേച്ചി പറയട്ടെ. ഇതുപോലെ തന്നെ ഓൺലൈനായിട്ട് തന്നെ പരിചയപ്പെട്ടെ. ഏതോ ഒരു ചാറ്റിംഗ് സൈറ്റാണ്, കറക്റ്റ് ഓർമ്മയില്ല. അല്ല, അന്ന് പരിചയപ്പെട്ടവ. ഇപ്പൊ ഇന്നാകുമ്പോ നമുക്ക് ഒരുപാട് വഴികളുണ്ട് ആളെ കാണാനും, അത് ഫേക്ക് ആണോ അല്ലയോ എന്ന് അറിയാനും. ലൈഫിൽ ഒരു വലിയ സ്റ്റെപ്പ് എടുത്ത് വെക്കണം. അന്നേരം ഇപ്പൊ ചേച്ചിയുടെ ഇല്ല, എനിക്ക് അന്ന് അങ്ങനെയുള്ള അതായത് ഞാൻ 18 ജസ്റ്റ് ആയില്ലായിരുന്നു. കമ്പ്യൂട്ടറൊക്കെ ഉണ്ട്, അപ്പോൾ ഞാൻ തന്നെയാണ് എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നതും. അങ്ങനെ അതിലിട്ട് കാണുന്ന ചാറ്റിംഗ് സെറ്റൊക്കെ വെറുതെ കയറി സമയമുള്ളപ്പോഴൊക്കെ ചാറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെ ജസ്റ്റ് ചാറ്റ് ചെയ്ത് പരിചയപ്പെട്ടതാണ്. പരിചയപ്പെട്ട് നല്ല ഫ്രണ്ട്സായിരുന്നു. നല്ല എന്താ വീട്ടുകാർ എല്ലാം അങ്ങനെ വീട്ടുകാര്യങ്ങളെല്ലാം അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും പറയും, സംസാരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ആൾക്ക് തൃശ്ശൂരാണെന്ന് അറിയായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് വലിയ ആവശ്യമായിരുന്നു. ഞാനിവിടെ ഇരുന്ന് തൃശ്ശൂർ അന്നൊക്കെ ഇപ്പം നമുക്കത് ദൂരമായിട്ട് പോലെ ഫീൽ ചെയ്യും. അതെ, തൃശ്ശൂർ എന്ന് കേട്ടപ്പോൾ ഞാൻ ആദ്യം ചോദിക്കും, ഇത്രയും ദൂരമുള്ള ആൾ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ, അതൊക്കെ ഉള്ള ആ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ആൾക്ക് ട്രിവാൻഡ്രത്ത് ജോലി സംബന്ധമായിട്ട് വരേണ്ടി ഉണ്ടായിരുന്നു എന്തോ ഒരു ഇതിന്. അപ്പോൾ വീട്ടിൽ അമ്മയുടെ ഒക്കെ സംസാരിക്കുമായിരുന്നു ആള്. അപ്പോൾ അങ്ങനെ അഡ്രസ്സൊക്കെ ചോദിച്ച് വീട്ടിൽ വന്നു. ജസ്റ്റ് വന്ന് കണ്ടിട്ട് വെറുതെ വന്നതാണ്. നല്ല ഫ്രണ്ട്സായിരുന്നു, നല്ല ഫ്രണ്ട്സായിരുന്നു. അങ്ങനെ കണ്ടിട്ട് പോയതിന് ശേഷം പിന്നെ എനിക്ക് തോന്നുന്നു
കുറച്ചങ്ങോട്ട് കഴിഞ്ഞിട്ടും അതുപോലെ തന്നെയാണ് കണ്ടിന്യൂ ചെയ്തത്. ഏകദേശം എത്ര മാസം, ഒരു 5-6 മാസം അങ്ങനെ പോയി തോന്നുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം അവിടെ ചെന്നിട്ടാണ് അച്ഛനെ ലാൻഡ് ലൈനാണെന്ന്. അപ്പോൾ അച്ഛനെ വിളിച്ചിട്ട് അച്ഛനോടാണ് പറയുന്നത് എങ്ങനെ കല്യാണം കഴിച്ചാൽ കൊള്ളാം എന്നുള്ളത്. എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. അച്ഛനോട് പറഞ്ഞാൽ മറ്റാളും ചിരിക്കുക. ഞാനും അച്ഛനോട് തന്നെയാ പറഞ്ഞത്. ഇവിടെ മൊബൈലാ ഇത് ലാൻഡ് ലൈനിലാണ്. രണ്ടാണേലും ഫോണിൽ കൂടെ. അപ്പൊ പിന്നെ അച്ഛൻ എന്ത് പറഞ്ഞു, എനിക്ക് അതിനെ കുറിച്ച് അറിയാം. അന്ന് അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അച്ഛൻ ആദ്യം അച്ഛന് എന്താ സംഭവം എന്ന് പിടികിട്ടിയില്ല. ഇത് കല്യാണത്തെ കുറിച്ച് ആലോചിച്ചിട്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ആലോചിച്ചിട്ട് പറയാം എന്നുള്ള ഒരു അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ വീട്ടുകാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ആണ് പിന്നെ മുന്നോട്ട് പോയത്. മോളുടെ ഒന്ന് എടുത്തേ, പേര് പറഞ്ഞേ. അമ്മയാ പല്ലിശ്ശേരി. ഇപ്പൊ അപ്പയുടെ അമ്മയുടെ എങ്ങനെ വിളിക്കുന്ന അച്ഛനും അമ്മയാണോ? അപ്പയും മമ്മി. അപ്പയും മമ്മിയുടെ ലവ് സ്റ്റോറി കേട്ടില്ലേ? മുന്നേ കേട്ടിട്ടുണ്ടായിരുന്നോ? മുന്നേ ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് വർഷം ചോദിച്ചിട്ടുണ്ട്, പക്ഷെ പറയാറില്ല. പക്ഷെ ഇപ്പൊ കിട്ടിയില്ലേ? ഇപ്പൊ കിട്ടി. ഇപ്പൊ ഇത്രേ ഉള്ളൂ. ഇത്ര സിമ്പിളാ. അപ്പൊ ഇനി നമ്മള് നെക്സ്റ്റ് ഇവർ രണ്ടുപേരും ഒരു ബ്രേക്ക് ഇതിൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? ഒരാൾ ലാൻഡ് ഫോൺ വഴി, ഒരാള് സെൽഫോൺ വഴി. അപ്പം എന്താണ് രണ്ടിലും കോമൺ ആയിട്ട് എന്താ ഉള്ളത്? ഫോണും അച്ഛനും. ഫോണും അച്ഛനും എല്ലാത്തിനും പിന്നാലെ ഉണ്ട്. എങ്ങനെയുണ്ട് ഇപ്പം ഒരു മോള് ഒരു വളർന്ന ഒരു തിരിച്ചറിവായപ്പോഴാണ് അമ്മയുടെ ഒരു അല്ലെങ്കിൽ ഒരു അവസ്ഥയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു രോഗത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ എന്തായിരുന്നു മോൾക്ക്? എനിക്കിത് അറിയേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ ജനിച്ചപ്പോൾ തൊട്ടേ കാണുന്നതാണ്. അപ്പോൾ എനിക്ക് ഇതുവരെയായിട്ടും പേര് കൂടി അറിയത്തില്ലായിരുന്നു ഈ അസുഖത്തിന്. ഇപ്പോഴാണ് ഞാൻ അത് കേൾക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ഒരുപാട് ചിന്തിച്ചിട്ടില്ല. ഡിഫറെൻ്റ് ആണെന്നുള്ള രീതിയിൽ എതിരും ചിന്തിച്ചിട്ടില്ല. കൊച്ചിലെ തൊട്ടേ എല്ലാം നോർമലായിട്ട് രീതിയിലാണ് നടക്കുന്നത്. നോർമലാണ്. അങ്ങനെ എനിക്കിതിട്ട് അങ്ങനെ സൊസൈറ്റി ആയിട്ട് അങ്ങനെ ചിന്തിച്ചിട്ടൊന്നുമില്ല. പിന്നെ പുറത്തു പോകുമ്പോൾ ആളുകളുടെ അഫ്കോഴ്സ് അവരുടെ ഒരു നോട്ടം ഉണ്ടാവും. അപ്പം ഞാൻ ഇവരെന്തിനെങ്ങനെ നോക്കുന്നതിന് ആ ഒരു രീതിയിൽ എനിക്ക് ഞാൻ അതെ മോള് ഈ പറഞ്ഞതുപോലെ ജനിച്ചപ്പോൾ മുതൽ ഇതാണ് കാണുന്നത്. അപ്പൊ ഇതെന്റെ മമ്മിയാണ് അല്ലെങ്കിൽ എനിക്കിത് നോർമലാണ്. അപ്പൊ അവർക്ക് എന്താ ഇങ്ങനെ വരുന്നത് ഞാൻ വരുമ്പോൾ ചിന്തിക്കില്ല, എന്തിനാ അവരിങ്ങനെ നോക്കുന്നത്? ഇത് വലിയ ആൾക്കാരെല്ലാം ചെറിയ കുട്ടികളൊക്കെ നോക്കി വലിയ ആൾക്കാർ ഇങ്ങനെ നോക്കുമ്പോൾ എന്താ ഇവരിങ്ങനെ നോക്കുന്നേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. പണ്ട് ഞാൻ തലമുടി മുട്ട അടിച്ചപ്പോഴേ ആൾക്കാർ എനിക്ക് ക്യാൻസർ ആണെന്നൊക്കെ ഇങ്ങനെ നോക്കും. അപ്പൊ ഞാൻ അത് നമ്മൾ ചിരിക്കാൻ പറയുന്നല്ല, നമ്മൾ അതിലൊരു ചിരിയുണ്ട് എന്നാൽ അതേ സമയം നമുക്കൊരു ടെൻഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ ഒരു ഇതായിട്ട് ഞാൻ ചെയ്തതാണ്, എനിക്കൊരു ഇഷ്ടം തോന്നിയിട്ട് ഞാൻ ചെയ്തൊരു സാധനം. പക്ഷെ കാണുന്നവർക്ക് നമ്മളോട് സഹതാപ, അയ്യോ കുട്ടിക്ക് ക്യാൻസറാണ്. ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ തലയൊക്കെ മറിച്ചൊക്കെ ഇടും. പിന്നെ എനിക്ക് അതങ്ങനെ ഒരു ഫീല് തോന്നിയില്ല. നോർമലായിട്ട് അങ്ങനെയുള്ളവരും ഭയങ്കര ഇതായിട്ട് ജീവിക്കുന്നില്ലേ. ചേച്ചി നിങ്ങൾ എത്ര മക്കളാണ് ഇവിടെ? 2 പേര്. രണ്ടുപേർക്കും ജന്മനായിരുന്നു? ജനറ്റിക്കാണിത്. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും ജീൻസ് അത് തമ്മിലുള്ളത് ഉണ്ടായത് അങ്ങനെയാണ് ഉണ്ടായത്. പിന്നെ SMA എന്നാണ് അതിൻ്റെ പേര്. സ്പൈനൽ മസ്കുലർ അട്രോഫി എന്നാണ്. ഞാനുണ്ടായി എനിക്ക് തോന്നുന്നു അമ്മയച്ഛനൊക്കെ പറഞ്ഞുള്ള അറിവാണ്. 1 വയസ്സായപ്പോഴാണല്ലോ ജസ്റ്റ് പിള്ളേർ നിൽക്കുന്നത്. ആ സമയത്ത് അങ്ങനെ പിടിച്ച് നിൽക്കുന്നില്ല എന്ന് തോന്നുന്നു. അങ്ങനെയാണ് അപ്പോഴാണ് കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയപ്പോഴിങ്ങനെ വയ്യാന്ന് പറഞ്ഞ. അല്ലാതെ എല്ലാം നോർമൽ, ഒരു വ്യത്യാസം ഉണ്ടാവില്ല. എല്ലാ പിള്ളേരും കണക്ക് തന്നെയാണ് അതുവരെ നടന്നത്. പിന്നെ ഇപ്പോൾ അനിയത്തിയുടെ കാര്യമാണേലും എനിക്ക് തോന്നുന്നു ആ സമയത്ത് അങ്ങനെ ഡോക്ടറോട് കൺസൾട്ട് ചെയ്തിട്ടാണ് അടുത്തത് ക്യാരിങ് ആയത്. പക്ഷേ അവർക്കത് അന്ന് അറിയില്ലായിരുന്നു. അതെ, പക്ഷെ ഇപ്പം ഡോക്ടേഴ്സ് പറയുന്നുണ്ട് അതിനി ഉണ്ടാകുന്ന ആൾക്കും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന്. അപ്പം അന്ന് അതൊന്നും കണ്ടുപിടിക്കാനുള്ള ഇതില്ലാന്ന് തോന്നുന്നു. ചേച്ചിക്ക് അന്ന് ചേച്ചിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു പേടി അല്ലെങ്കിൽ പേരൻസ് അങ്ങനെ അറിയില്ല എന്ന്. പക്ഷെ ചേച്ചിയും ചേട്ടനും കൂടെ വന്ന മോളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ മക്കളുടെ കാര്യത്തിലേക്ക് വന്നപ്പം ആ ഒരു പേടി ഉണ്ടായിരുന്നോ? നമുക്ക് പേടിയൊന്നുമില്ലായിരുന്നു. കരിങ് ആയതിനു ശേഷം പക്ഷേ ഇവിടെ പല ഡോക്ടർമാരെയും നമ്മൾ തിരുവനന്തപുരത്ത് നമ്മൾ ഒട്ടുമിക്ക ഹോസ്പിറ്റലിലും ഒട്ടുമിക്ക ഡോക്ടർമാരെയും കാണിച്ച്. അപ്പോൾ അവർക്ക് ഭയങ്കര പേടിയായിരുന്നു, ഡോക്ടേഴ്സിന് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ ഭയങ്കര നമ്മളെയും പേടിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ പേടിയില്ലായിരുന്നു. പിന്നെ നമുക്ക് ഇവരിങ്ങനെ പേടിപ്പിച്ചപ്പോൾ വേറെ മാറി വേറെ പല ഡോക്ടർമാരെ കാണിച്ച് ഇവിടുത്തെ എല്ലാ ഗൈനക്കോളജിസ്റ്റിനും ഒരു ഇതൊക്കെ കാണിച്ചു. പക്ഷേ എല്ലാവർക്കും റിസ്ക് എടുക്കാൻ അവർക്കെന്തോ ഭയം പോലെയായിരുന്നു പല ഡോക്ടർമാർ. അവസാനമാണ് ഇവിടെ SIT യിലുള്ള സുജാത ഡോക്ടറാണ്
അറ്റൻഡ് ചെയ്യുന്നത്. അവർ ഭയങ്കര കോൺഫിഡൻസിലാണ് പറഞ്ഞത്, ഒരു കുഴപ്പമില്ല, ദൈവം തന്നതാണെങ്കിൽ ദൈവം തന്നെ അത് പുറത്തെടുക്കും. അപ്പോൾ അങ്ങനെ ഭയങ്കര ധൈര്യം തന്ന് ആള് കൂടെ നിന്ന്. അല്ല ചേച്ചി ഫുൾ ടൈം വീൽ ചെയറിൽ തന്നെയല്ലേ? അപ്പൊ എങ്ങനെയാണ് ക്യാരിങ്ങിന് ടൈമിലൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? അതായത് വയറ് കുറച്ചിങ്ങനെ വലുതായി വന്നപ്പോൾ പിന്നെ ഇരിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇങ്ങനെ കിടക്കുന്നായിരുന്നു, കുറച്ച് സമയത്ത് ഇരിക്കത്തുള്ളൂ. പിന്നെ ഫുൾ കെയറിങ് ആള് തന്നെ ആയിരുന്നു. അത് കാരണം സത്യം പറഞ്ഞാൽ ഞാനിതൊന്നും അറിഞ്ഞില്ല, ഞാൻ അതൊക്കെ എൻജോയ് ചെയ്തങ്ങ് പോകുമായിരുന്നു. ഞാൻ ഇരുന്നങ്ങ് എൻജോയ് ചെയ്തു. അതെ, ഞാൻ എൻജോയ് ചെയ്തു. അവളെ പ്രസവിച്ച് അത് കഴിഞ്ഞിട്ടും ഏകദേശം 1-2 വർഷത്തോളം ഞാനങ്ങ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു. ഞാൻ ഈ കല്യാണം മുതൽ പിന്നെ ഒന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് സത്യം പറഞ്ഞത്. അല്ല, ഹരിത ചേച്ചിയുടെ ജീവിതം കണ്ടിട്ടാണോ ശരിക്കും ഹൃദയ ചേച്ചിക്ക് ഇങ്ങനെ ഒരു ആലോചന വന്നപ്പോൾ ഓക്കെ ആണ് എന്ന് തോന്നിയത്? അല്ല, അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഒരു ഡിസേബിലിറ്റി ഉള്ള ഒരാളെ കല്യാണം കഴിക്കുമ്പോൾ എല്ലാവരും ഫസ്റ്റ് ചോയ്സ് ആയിട്ട് കൊടുക്കുന്ന ഒരു ഡിസേബിലിറ്റി ആയിട്ടായിരിക്കും ഒന്ന് കൊടുക്കുന്നത്. പക്ഷേ ഇപ്പം ചേച്ചിയുടെ കാര്യത്തിൽ ഭയങ്കര കിടിലൊരു ചേട്ടൻ വന്നു, പിന്നാലെ മോള് വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പോൾ ചേച്ചിക്ക് ആ ഒരു പേടിയില്ലാതായിട്ടില്ലായിരുന്നോ കല്യാണാലോചനയുടെ സമയത്ത്? പേടി എനിക്ക് ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇവരുടെ ജീവിതം കാണുമ്പോൾ എപ്പോഴും അടിപൊളിയാണെന്ന് തോന്നാറുണ്ട്. അപ്പോൾ അവൾ ഡിസേബിൾഡ് ആയതുകൊണ്ടല്ല, അവൾ ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്, നല്ല അടിപൊളിയാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതൊക്കെ. പക്ഷെ എന്നും പറഞ്ഞാൽ എനിക്ക് പേടി എപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടോ? ഇല്ല, ഇപ്പൊ ഇല്ല. പേടി മാറിയത് എന്നോട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് പേടി മാറിയത് അല്ലേ? അല്ല, അങ്ങനെ ചേട്ടന്റെ ആലോചന വന്നപ്പോ ചേച്ചിക്ക് എന്താണ് തോന്നി? ഇപ്പൊ ഞാൻ പറഞ്ഞത് ബാബുചേട്ടൻ അല്ല, അവരുടെ ലൈഫ് കാണുമ്പോൾ അത് ഓക്കെയാണ് എന്ന് കരുതി എനിക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല എല്ലാവരും ചിലപ്പോ ഓക്കെ ആകണം എന്ന് ഒരു നിർബന്ധമില്ല. അങ്ങനെ. പക്ഷെ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇരുത്തിക്കൊണ്ട് പറ, രണ്ടു പോലത്തല്ലോ പോയെത്തണോ? സത്യസന്ധമായിട്ട് പറയുള്ളൂ. പറഞ്ഞോ. നല്ല ഓക്കെ. നമ്മുടെ സമൂഹത്തിൽ മൊത്തവും ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡിസബിലിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പേരൻസിന് ഉൾപ്പെടെ പേടിയാണ്. പ്രത്യേകിച്ച് 2 പെൺകുട്ടികൾ തന്നെ ആകുമ്പോഴത്തേക്ക് അതിലേറെ പേടി വരും. അതിൽ അവരുടെ സ്വീകരിക്കാൻ വരുന്നവർ എന്തായിരിക്കും എടുക്കുക എന്നുള്ളൊരു ടെൻഷൻ അവർക്കുണ്ടാവും. അങ്ങനത്തെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നോ? ഞാൻ മാരേജ് വേണ്ട എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. അച്ഛനാണ് മാട്രിമോണി കൊടുത്തത്. എന്റെ അറിവോടെ അല്ല, അറിവോടെ സമ്മതം. അച്ഛൻ എല്ലാം അങ്ങനെ എന്റെ സമ്മതത്തോടെ ചെയ്യുള്ളൂ. ചെയ്യാത്ത ഏതോ ഒരു കാര്യത്തിലൊന്നാണ് ഇത്. അച്ഛൻ കുറേ തവണ എന്നോട് പെർമിഷൻ ചോദിച്ചു, ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അവസാനം എങ്ങനെയോ പറ്റും, എനിക്കൊന്നും മാട്രിമോണിക്കാർ ഇങ്ങോട്ട് വിളിച്ച്, പെയ്ഡ് മെമ്പർഷിപ്പ് ഒന്നും അല്ലായിരുന്നു, ജസ്റ്റ് ഒരു മെമ്പർഷിപ്പ്. അതെന്തായിരുന്നു അങ്ങനെ ഒരു പേടി വരാൻ കാരണം? മേ ബി എൻ്റെ ഒരു ഡിസബിലിറ്റി കാരണമായിരിക്കാം. പിന്നെ വരുന്ന ആളായിട്ട് ജെല്ലാവോ എന്നൊക്കെ ഒരു ഇത്, അങ്ങനെ പക്ഷേ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കല്യാണത്തിന് അന്ന് ഭയങ്കര രസം ഉണ്ടായിരുന്നു. ഭയങ്കര സുന്ദരിയായിട്ട് ഭയങ്കര ചെറിയായിട്ടായിരുന്നു. എനിക്ക് ഞാനും അത്ഭുതപ്പെട്ടു. നല്ല രസമുണ്ടല്ലോ, ഭയങ്കര ആക്റ്റീവായിട്ടാണല്ലോ ഒന്ന്. അപ്പോൾ ഇങ്ങനെ ഇത്ര ടെൻഷൻ അടിക്കണ്ട, ഇത്രയും ഭയങ്കര ആക്റ്റീവായിട്ടൊക്കെ കിടക്കുന്ന ഒരാള് തോന്നൂല്ലേ? ജോലിയുണ്ട്. അത് പിന്നീട് അവളോട് സംസാരിച്ചു കഴിഞ്ഞപ്പോ ഓക്കെ ആയല്ലോ. അതുകൊണ്ടാണ് പോത്തില്ല ഇവിടെ നിന്നിട്ട് അല്ലേ, വഴി വരെ കാണിച്ചു, ലിഫ്റ്റ് വരെ കാണിച്ചിട്ട് പോണില്ല. സംസാരിച്ച് ഓക്കെ ആയി, ടെൻഷൻ പോയതിനു ശേഷമാണ് മാരേജ്. പിന്നെ ടെൻഷനില്ല. അപ്പൊ പിന്നെ കൂളായിട്ട് അപ്പൊ പിന്നെ വേറെ ഇതിനെപ്പറ്റിയൊന്നും എനിക്ക് വേറെ ടെൻഷനില്ല. പിന്നെ ആ മാരേജിന്റെ ആ ടൈമില് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളൂ, ടെൻഷൻ വേറെ ഒന്നുമില്ല. ഇപ്പം നിങ്ങളുടെ രണ്ടുപേരും ഇപ്പം ചേച്ചിയും അപ്പൊ അനിയത്തി, ഇപ്പം ചേച്ചിക്കൊരു ജീവിതം കിട്ടിക്കഴിഞ്ഞാൽ അനിയത്തിക്കൊരു ജീവിതത്തിലേക്ക് ചേച്ചിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നോ? കിട്ടണം, അവൾക്ക് എങ്ങനെയാകും? അവൾ സമ്മതിക്കാതിരിക്കുമായിരുന്നു. അതായത് സീറ്റിലാണ് അവൾ പഠിച്ചത്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, ഗവൺമെന്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് ക്യാമ്പസ് സെലക്ഷനിൽ പ്ലേസ്മെന്റ് ആയി. TCSലാണ് കിട്ടിയത്. ആദ്യം ചെന്നൈയിലായിരുന്നു അതിൻ്റെ പോയിന്റിരുന്നത്. അപ്പോൾ ചെന്നൈ ആയതുകൊണ്ട് പോയില്ല. പിന്നെ SBIയിൽ എഴുതിയിട്ട് അവിടെ അവൾക്ക് ജോലി കിട്ടി. അപ്പോൾ ജോലി കിട്ടി അന്ന് തൊട്ട് അച്ഛനും പാവണ്ണും, ഞാനങ്ങനെ പറയാറില്ല, ഇവർ രണ്ടുപേരും ഇങ്ങനെ പറയും, കല്യാണം നോക്കണ്ടേ, അപ്പോൾ ഇങ്ങനെ മാട്രിമോണി കൊടുക്കണ്ടേ, അങ്ങനെയൊക്കെ. അപ്പോൾ അവൾ ആദ്യം ഫസ്റ്റ് പറഞ്ഞ ജോലി കിട്ടുന്നവരെ കുറച്ച് TCS കിട്ടിയിരുന്ന സമയത്ത് അവൾ പറഞ്ഞത് വേറെ സ്ഥലത്ത് ഗവൺമെന്റ് ജോലി കിട്ടിയിട്ടേ അവള് അതെ. അപ്പോൾ ആണ് SBIയിൽ കിട്ടിയത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞ അവൾക്ക് ബാങ്ക് വേണ്ട, ബാങ്കിൽ നിന്ന് മാറിയിട്ട് അവൾക്ക് വേറെ സ്ഥലത്ത് കിട്ടിയാലേ അവിടെ പോയിക്കോളുന്നത്. അവൾ പിന്നെ ഇങ്ങനെ എഴുതി നിന്നു. എത്ര വർഷം ഉണ്ടായിരുന്നു SBIയിൽ? അവള് 3 വർഷം. അപ്പോൾ ആ 3 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ
ഇപ്പോൾ ഈ ഡിഫൻസിൽ കിട്ടിയത്. അപ്പോൾ അതിൽ കിട്ടിയപ്പോൾ വീണ്ടും പറഞ്ഞു. അപ്പോഴും അവള് വീണ്ടും സർക്കാർ ജോലി ചോദിച്ചപ്പോ കേന്ദ്ര സർക്കാരിൽ പിടിച്ച്. എന്നിട്ട് ഇനി എന്നെ അടുത്ത ന്യായം എന്തായിരുന്നു? അത് അവള് എന്തൊക്കെ അവര് തമ്മിലാ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോ പല്ല് കെട്ടണമെന്ന് പറഞ്ഞു. കല്യാണം കഴിക്കാൻ പല്ല് കെട്ടണം. ഒരു കല്യാണം മുടക്കാനുള്ള വഴികളാണല്ലോ ഇതൊക്കെ. അത് പല്ല് കെട്ടണം, പല്ല് കെട്ടി പല്ലൊക്കെ ശരിയാക്കിയിട്ട് പിന്നെ പിമ്പിൾസ് മാറ്റണം മുഖത്ത്, അതൊക്കെ മാറ്റണം, അത് മാറ്റണം, ട്രീറ്റ്മെന്റ് ചെയ്യണം. അതൊക്കെ കഴിഞ്ഞ് എല്ലാം ശരിയായാലേ കല്യാണം ആലോചിക്കാൻ പറ്റുള്ളൂ. അത്രയും കടമ കിടന്ന് ആലോചിക്കാം. അപ്പൊ നമ്മള് പറഞ്ഞ ആലോചിച്ച് വരുമ്പോഴേക്കും ഇതൊക്കെ മാറുമെന്ന് പറഞ്ഞിട്ട് അപ്പൊ അതൊന്നും പറ്റില്ല. ഇതൊക്കെ ചെയ്ത് ഒക്കെ ശരിയായി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം. ഇത്രയും സർട്ടിഫിക്കറ്റ്, പിമ്പിൾ മാറിയ സർട്ടിഫിക്കറ്റ് ആലോചിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പോയായിരുന്നു. അപ്പോഴാണ് അച്ഛൻ ആരും അറിയാണ്ട് മാട്രിമോണിയിൽ കൊടുത്ത്. അല്ല പിന്നെ എത്ര നാള് കാത്തിരിക്കും. അങ്ങനെയാണ് ശമ്പു വരുന്നത്. അല്ല എന്നെ പിന്നെ അച്ഛനങ്ങനെ കൊടുത്തില്ലായിരുന്നെങ്കിൽ എങ്ങനെ വന്ന് ഇവിടെ ഇരിക്കാൻ പറ്റും അല്ലേ? അച്ഛന്റെ ഒരു തോന്നലാണ് ആ കറക്റ്റ്. ആണല്ലേ, ഷിപ്പുകാരിങ്ങനെ നങ്കൂരിടുന്ന പോലെ ഒറ്റയിടിയിലിട്ട്. നങ്കൂരല്ലേ ഇടുന്നത് നിങ്ങൾ? എന്റെ ദൈവമേ, നങ്കൂർ അടിയിൽ പോയി ഞാൻ എങ്ങനെ ഇട്ട് കാണിക്കാനാ? ഞാൻ ഇങ്ങനെയെങ്കിലും ഇട്ട് കാണിക്കില്ല. ഞാൻ വെക്കേഷനിലായിരുന്നു ആ സമയത്ത്. എന്തോ ഞാൻ വെക്കേഷനിലായിരുന്നു. വെക്കേഷനായിരുന്നു. എന്റെ ഫ്രണ്ടാണ് ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ട് തന്നത്. ഞാൻ അവളെ കല്യാണം വിളിക്കാൻ മറന്നു. അതിന്റെ തെറിയായിട്ടോണ്ടിരിക്കുകയാണ് ബേസിക്കലി. എന്നിട്ട് ആ ഒരു ഐഡിയയിൽ ഇപ്പം നിങ്ങളുടെ വീട്ടുകാരൊക്കെ ഓക്കെ ആയിരുന്നു ഈ ഒരു ആലോചന കൊണ്ടുവന്നപ്പോഴത്തേക്ക്? എന്റെ അമ്മ ഫസ്റ്റ് റാമ്പ് വയ്ക്കുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചത്. സൂപ്പർ, അടിപൊളി കേട്ടോ. അത് അടിപൊളിയാ, അതെനിക്ക് റാമ്പോടെ വെച്ച് കഴിഞ്ഞു. അല്ല, അമ്മ ഇങ്ങനെ ഞാൻ സംസാരിച്ചപ്പോഴ് ഞാൻ വിചാരിച്ചു ഫസ്റ്റ് നോ പറയും, പിന്നെ കിടക്കുന്ന നിലമ്പുണ്ടാക്കണമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അമ്മ ആദ്യം തന്നെ സംസാരിച്ചു തുടങ്ങിയത് നമുക്ക് റാമ്പ് വയ്ക്കണം, നെക്സ്റ്റ് വാട്ട്സ് നെക്സ്റ്റ്, ആ ഒരു രീതിയിലൂടെ സംസാരിച്ചു തുടങ്ങി. എനിക്ക് ഭയങ്കര കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഫീലിംഗ് ആണ്. അതായത് ഒരു ആലോചന വന്നപ്പോൾ വേറൊന്നുമല്ല, നമ്മുടെ വീട്ടിലായിരുന്ന ആൾക്ക് റാമ്പ് വെക്കണം. അമ്മയുടെ കൺസെപ്റ്റ്സ് വളരെ കുറച്ച് ഫോർവേഡാണ്. ആള് വളരെ എന്താ പറയാ പ്രിസൈസ് ആയിട്ട് കാര്യങ്ങൾ പറയും. അല്ലാതെ എന്താ പറയാ ഈ ഒട്ടും ഡ്രമാറ്റിക് ഒന്നുമല്ല. എന്താണോ കറക്റ്റ് ആ പോയിന്റിലേക്ക് വരും, എന്താണോ കറക്റ്റ് അല്ല ആ പോയിന്റ് കൃത്യമായിട്ട് അപ്പൊ തന്നെ പറയും. അത് പറ്റൂല എന്ന് പറയും. ഇറ്റ്സ് വെരി സ്ട്രൈറ്റ് ഫോർവേഡ്. അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വെരി സിൻസിയർ ആണ്. അപ്പോൾ ആണ് പറഞ്ഞു ഓക്കെ നമുക്ക് റാമ്പ് വയ്ക്കാം. അപ്പൊ റാമ്പ് ഓൾറെഡി വെച്ചു. ഈവൻ എന്താ പറയാ അതിന് പിന്നെ നെക്സ്റ്റ് എന്താണ് ചെയ്യാൻ പറ്റുക അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഷിപ്പിലായിരുന്ന സമയത്തും നെക്സ്റ്റ് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾ പെണ്ണ് കണ്ടതിന് ശേഷം പിന്നെ ഷിപ്പിൽ ഒരു ഇല്ല, ഞാൻ ഓൾമോസ്റ്റ് ഒരു 4 months ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞു. എന്നിട്ടാണ് ഞാൻ ഷിപ്പിലേക്ക് പോയത്. എത്ര മാസം നിങ്ങൾക്ക് ഷിപ്പിൽ? എത്ര 8 months? 6 months ആണ്. പക്ഷേ ഞാനിപ്പോ കല്യാണം ആയതുകൊണ്ട് 8 months നിന്നിട്ടാണ്. കാരണം കല്യാണത്തിന്റെ ഡേറ്റുമായിട്ട് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നിൽക്കാൻ പറ്റുന്നില്ലല്ലോ. ഏതെങ്കിലും ഭയങ്കര എന്താ പറയാ രണ്ടുപേർക്കും നിങ്ങൾ രണ്ടുപേരും ഹാപ്പി അല്ലേ? പിമ്പിളൊക്കെ മാറിയോ? പല്ല് കെട്ടിയോ? ഇല്ല, നമ്മൾ എന്താ പറയാ എൻഗേജ്മെന്റ് എന്റെ അടുത്ത് പറഞ്ഞു പിമ്പിള് മാറിയാലും എൻഗേജ്മെന്റ് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ചെറുതായിട്ട് പിമ്പിൾ ഉണ്ടായിരുന്നു. അത് പറഞ്ഞു എന്റെ പിമ്പിളെ ഒന്ന് മാറി നിൽക്കാനല്ലേ എന്തെങ്കിലല്ലേ? അങ്ങനത്തെ പിമ്പിളൊന്നും ചേച്ചി നിറയായിരുന്നു. ആണല്ലേ? പക്ഷെ ഇപ്പൊ നന്നായിട്ടുണ്ടല്ലോ ഭയങ്കര. ഇനിയിപ്പം എന്താ നെക്സ്റ്റ് പ്ലാൻ രണ്ടുപേരുടെയും? എവിടെ ടൂറ്, ഹണിമൂൺ? ഡിസൈഡ് ചെയ്തിട്ടില്ലല്ലേ? അപ്പൊ നിങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് പ്ലാൻ ചെയ്യും. എവിടെയെങ്കിലും പ്ലാൻ ഉണ്ടോ? ഞാനല്ല പ്ലാൻ ചെയ്യുന്നത്. ബേസിക്കലി ലിസ്റ്റ് കൊടുത്തില്ലേ? ഇല്ല, അങ്ങനെ നോക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഹാപ്പി അല്ലേ? അച്ഛനും അമ്മയും ഭയങ്കര ഹാപ്പിയാണ് അവിടെ ഉണ്ടാവും. എനിക്ക് മനസ്സിലായി വെള്ളമൊക്കെ തന്നത് നല്ല. പിന്നെ ബാവേട്ടാ, ശരിക്കും അനിയൻ വന്നപ്പോഴത്തേക്കും ഇപ്പം ഒരു വീട്ടിൽ നമ്മൾ സാധാരണ പറയാറുണ്ട് 2 പെൺപിള്ളേരുള്ള വീട്ടിൽ ഒരാളെ പുതിയതായിട്ട് ഒരാൾ പുറത്തുനിന്ന് ഒരാൾ കല്യാണം കഴിച്ച് വന്നാൽ അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെയാണ് അനിയത്തിമാർ കാണുന്നത്. അല്ലെങ്കിൽ ഒരു ഏട്ടൻ, അത് അവർക്കിതൊരു ആൺകുട്ടികളില്ലാത്തതുകൊണ്ട് തന്നെ. അപ്പം അനിയത്തിനെ കല്യാണം കഴിപ്പിച്ച് വിട്ടപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഫീല്? സ്വന്തം മകളെ കെട്ടിച്ച് വിടുന്ന ഒരു ഫീലായിരുന്നു? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതിലേ വന്നതല്ലേ ചേട്ടൻ? ഇവരുടെ ചെറുത് കൊച്ചാണ്. ഞങ്ങളുടെ കല്യാണം കഴിയുമ്പോൾ തീരെ ചെറുതാണ്. കല്യാണ ദിവസം അവൾക്ക് ഞങ്ങളിരിക്കുന്ന ഇടയ്ക്കല്ല അവളിരിക്കുന്നേ, വേറെ മാറിയാണല്ലോ. അപ്പൊ അവള് കുറച്ച് കഴിഞ്ഞപ്പോ അവൾക്ക് വിഷമം, അവള് കരഞ്ഞ അവിടെ ഇരുന്നിട്ട്
അവന് പിന്നെ പാവട്ടം പോയി എടുത്തിട്ടൊന്ന് മടി ഇരുത്തിയേക്കുമായിരുന്നു ഞങ്ങളുടെ കല്യാണ ദിവസം. അയ്യോ ഹൗ സ്വീറ്റ്. ഉണ്ടല്ലേ. ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, അത് photo കഴിഞ്ഞിട്ട് കണ്ടിട്ടുണ്ട്. ഇരിക്കുന്നതൊക്കെ, അതെ. അതാ ചോദിച്ചു, ഒരു അച്ഛന്റെ ആ, സ്ഥാനത്ത് നിന്ന്. അതന്നെ, ഭയങ്കര അവര് അല്ലെങ്കിൽ പിന്നെ ഇവർ രണ്ടുപേരും നിർബന്ധിക്കില്ലല്ലോ, ബാബുചേട്ടനും അതെ. അച്ഛനെ നിർബന്ധിക്കില്ലല്ലോ. എങ്ങനെയുണ്ട് ചിറ്റമ്മയുടെ എങ്ങനെ വിളിക്കുക? ആന്റി, കുക്കുമ്മ, കുക്കു പേരാണ്. കുക്കൂനല്ലേ, കുക്കു, പേരാണ്. കുക്കൂന്ന്. ആ കൂട്ടുകാരെ പോലെയാണ് നടക്കുന്നത്. കുക്കുവിന്റെ പുതിയ ആളെങ്ങനെയുണ്ട്? അങ്ങോട്ട് നോക്കണ്ട, എന്നെ നോക്കി മാത്രം പറ. കുഴപ്പമില്ല. ആ കുഴപ്പമില്ല, വന്നതല്ലേ ഉള്ളല്ലേ. വന്നത് 2 ദിവസം 3 ദിവസം 4 ദിവസം? 2 ദിവസം, എത്ര ദിവസം? ആ 3 ദിവസമായി. 3 ദിവസമായി. നോക്കാം അല്ലേ. നോക്കാം. കുറച്ച് ടെസ്റ്റ് ഒക്കെ ഉണ്ട്. കുറച്ചല്ല, അത്യാവശ്യം test ഉണ്ട്. എന്നാലും പാസ്സായാൽ മതി. എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. എന്നെ വാട്ടിയത് കണ്ടില്ലേ, ഒന്ന് ട്രീറ്റ് ചെയ്തേക്കണേ. പിന്നെ ഞാൻ കണ്ട് എന്നെ വാട്ടിയപ്പോൾ അവിടെ ചിരിക്കണം, നിർത്താതെ ചിരിക്കുമായിരുന്നു. ഞാൻ കണ്ടിരുന്നു അതൊക്കെ. എന്തായാലും ചേച്ചി, നിങ്ങളുടെ കുഞ്ഞു ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു നിമിഷങ്ങൾക്ക് സന്തോഷം എനിക്കും കൂടെ എന്താ പറയുക, ആ നിമിഷത്തിൽ പങ്കുചേരാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ലവ് ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ലല്ലോ. ആ ലവ് കാണാൻ പറ്റിയതിൽ, ആ സ്നേഹം കാണാൻ പറ്റിയതിൽ വളരെയധികം നന്ദി. താങ്ക് യു.